അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഇൻസ്പെക്ഷൻ നടന്നു. വെൽക്കം ടു ജൂനസ് വേൾഡ്. അപ്പൊ നേരത്തെ കണ്ട ഓഡിറ്റേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ഒരുവിധ അടിച്ചുതളിക്കലൊക്കെ ഞാൻ നടത്തി. ഓരോ ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം പൂച്ചക്കുഞ്ഞുങ്ങളുടെ ക്ലോത്ത് മാറ്റാൻ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് 3 പേരിൽ 2 പേര് പോയി. ഫ്യൂണറലിന് മുന്നേ തന്നെ എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് ഫ്യൂണറലും നടത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെയും കൂട്ടി വീട്ടിലെത്തി. എത്തിയ ഉടനെ ലീ നട്ടു വളർത്തി ഉണ്ടാക്കിയ വെജീസ് ഒക്കെ നിരത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡേ അധികം അടിപിടി കൂടാതെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ആൻഡ് സെക്കൻഡ് ഡേ കിച്ചണിൽ അധികം കൂടിയൊന്നും ടൈം കളഞ്ഞില്ല. ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാന്ന് വെച്ചു. അമ്മുവിന് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. വിൻഡോ സീറ്റൂടെ കിട്ടിയാൽ പിന്നെ ഹാപ്പി. എന്റെ പേരൻസിന് മുന്നേ ഒരു തവണ കണ്ടിട്ടുള്ളെങ്കിലും ഇത്തവണ കണ്ടപ്പോൾ എളുപ്പം കൂട്ടായേ. പേരൻസിനെയും കൂട്ടി ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ആ 4 ചുമരിന്റെ അകത്തുനിന്ന് ഇടയ്ക്കൊക്കെ അവര് ഒന്ന് പുറത്ത് കിടക്കണ്ടേ. ട്രിവാൻഡ്രം വന്നേച്ച്, അതും സീസൺ ടൈമിൽ വന്നേച്ച് പൊന്മുടി പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ. അവരാദ്യമായിട്ടാട്ടോ പൊന്മുടി കാണുന്നേ. ആൻഡ് അമ്മുവിന്റെ ഫസ്റ്റ് മലകയറ്റമാണ് ഇത്. അമ്മ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, പിന്നെ പുല്ല് തിന്നുന്നതിന് ഒരു കുറവും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ പുല്ലും കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പി. കഴിഞ്ഞ തവണ ഞാനും ഡൊണാൾഡും കൂടെ പൊന്മുടി പോയപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇത്തവണ മഴയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പും നല്ല കോടയും ഉണ്ടായിരുന്നു. നല്ല വെതറായിരുന്നേ. പോകുന്ന വഴിയൊക്കെ അമ്മുവിനെ കാണാനും തൊടാനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നേ. അമ്മ എക്സൈറ്റഡ് ആയിരുന്നു, അതേപോലെ തന്നെ പേടിച്ചുമായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പയ്യെ മല കയറാൻ തുടങ്ങി. സ്കൂൾ റീഓപ്പൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് വെതറും അടിപൊളിയായിരുന്നു. ഇച്ചിരി മേലെ എത്തിയപ്പോഴത്തേക്കും ഫാദർജിയുടെ ഹൈറ്റിനോടുള്ള പേടി ആക്റ്റീവായി തുടങ്ങിയായിരുന്നേ. ഇനി നിങ്ങൾ പോയേച്ചുവാ, ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒറ്റ ഇരിപ്പാണ്. പപ്പായും ഞാനും ഒരുപാട് കാര്യങ്ങളിൽ സെയിം ക്യാരക്ടർ ആണേലും ചില കാര്യങ്ങളിൽ ഡെഡ് ഓപ്പോസിറ്റ് ആണ്. അതിലൊന്നാണ് ഇത്. പേടിയുള്ള കാര്യങ്ങളോ ന്യൂ ആയിട്ടുള്ള ഒരു കാര്യവും എക്സ്പീരിയൻസ് ചെയ്യാൻ പപ്പായ്ക്ക് പറ്റത്തില്ല. എന്നാൽ ഞാൻ തിരിച്ചാ. ഞാൻ പേടിയുള്ള കാര്യങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. ചെയ്ത് പേടി മാറിയാൽ ഇല്ലേലും കിട്ടുന്ന ചാൻസ് അത്രയും ഞാൻ മുതലാക്കും. അങ്ങനെ കുന്നിന്റെ മണ്ടേ കയറാൻ പേടിയുള്ള ആളെ വലിച്ചയച്ച് ഒരുവിധം ഞാൻ മണ്ടയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു രക്ഷയും ഇല്ലാന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ തോന്നുന്നു പയ്യെ നടന്ന് നമ്മുടെ കൂടെ ഏറ്റവും മേലെ എത്തി അവിടെ ഇരുന്നു. അമ്മു പിന്നെ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടതിന്റെയും ഇത്രയും പുല്ലും പരന്ന് വിരിച്ചു കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ വല്ല കാടും മലയൊക്കെ കയറാനോ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ലീ ഉടനെ അഡ്വൈസ് തുടങ്ങും. അവിടെ പോവല്ലേ, ഇവിടെ ഇറങ്ങല്ലേ, അതിലേക്ക് കയറല്ലേ, അങ്ങനെ. എന്നിട്ട് ലീ വെളിയിലോട്ട് ഇറങ്ങിയാ ഈ റൂൾസ് ഒന്നും ബാധകമല്ല. എന്റെ കൈയും പിടിച്ച് നടക്കുന്ന നടപ്പ് കണ്ടോ ഇപ്പൊ. അങ്ങനെ അന്നത്തെ ദിവസം സമയം പോയതേ അറിഞ്ഞില്ല. 5:30 ആയി. സെക്യൂരിറ്റി വിസിലടിച്ചു. ഞങ്ങൾ അങ്ങനെ പയ്യെ മേലോട്ട് കയറി. അവിടെയും കുറച്ചു നേരം ഇരുന്നു. നല്ല കാറ്റും നല്ല മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നേ.
അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് നിറഞ്ഞ മനസ്സോടെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.